മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് അപകടം സംഭവിച്ച ഒരു വാർത്ത ഇന്നലെ ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കേരളത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. മിഠായി തെരുവിലെ ഫുട്വെയർ ഷോപ്പ് ജീവനക്കാരനായ ഫ്രാൻസിസ് റോഡ് സ്വദേശി ഇസ്മായിലിന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ഇദ്ദേഹത്തിന്റെ തുടയിലും കയ്യിലും പൊള്ളലേറ്റു. ഇസ്മായിലിനെ സഹായിക്കുന്നതിനിടെ കടയുടമയ്ക്കും മറ്റൊരു ജീവനക്കാരനും കൂടി പൊള്ളലേറ്റു. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷംസീർ. നിങ്ങൾ കാണുന്നത് ഈ സീരീസ് മലയാളം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം. മെയിനായിട്ടും മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാരണം അത് ഓവർ ഹീറ്റ് ആവുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മൊബൈൽ ഫോൺ ഓവർ ഹീറ്റ് ആയി കഴിയുമ്പോൾ മൊബൈൽ ഫോണിനുള്ളിൽ മൈന്യൂട്ടായിട്ടുള്ള സർക്യൂട്ടുകളാണുള്ളത്. ഈ സർക്യൂട്ടുകൾ ഷോർട്ടാവുകയും അതുപോലെ തന്നെ ഇതിലെ IC ചിപ്പുകളൊക്കെ ഷോർട്ടായി പോയി കഴിഞ്ഞാൽ ഇത് ഓവർ ഹീറ്റായിട്ട് ബ്ലാസ്റ്റ് ആവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും മൊബൈൽ ഫോണുകൾ ബ്ലാസ്റ്റ് ആവാനുള്ള കാരണം അതിൻ്റെ ബാറ്ററി തന്നെയായിരിക്കും. ബാറ്ററിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബാറ്ററിയാണ് ബ്ലാസ്റ്റ് ആവുന്നത്, അല്ലാതെ മൊബൈൽ ഫോണിൻ്റെ മറ്റ് ഭാഗങ്ങളൊന്നുമല്ല. ബാറ്ററിയാണ് മൊബൈൽ ഫോണിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ബാറ്ററി കംപ്ലൈൻറ്റ് വരാൻ തക്ക രീതിയിലുള്ള ഹീറ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ്. അഥവാ മൊബൈലിൻ്റെ ഒരു ചാർജർ കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ കാണാനില്ല. ഈ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ചാർജർ വാങ്ങിയിട്ട് ഉപയോഗിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ ഇറങ്ങുമ്പോൾ അതിനോടൊപ്പം തരുന്ന ആ ഒരു ചാർജർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതിന് കാരണം ആ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ചാർജർ ആയിരിക്കും ആ ഒരു കമ്പനി ആ മൊബൈൽ ഫോണിൻ്റെ കൂടെ തരുന്നത് എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരു ചാർജർ വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ വാട്ട്സും അതേപോലെ അതെടുക്കുന്ന ആംപിയറും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് വരാം. അപ്പോൾ അത് കാരണം തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ ഓവർ ഹീറ്റ് ആവുകയും ഈ ഒരു മൊബൈൽ ഫോൺ ബ്ലാസ്റ്റ് ആവാനും അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കുറക്കാനും ഒക്കെ ഈ ഒരു ചാർജർ ഉപയോഗിക്കുന്നതിലൂടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നല്ലൊരു കമ്പനി മൊബൈൽ ചാർജർ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന വയറുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വയറുകളായിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ ബ്ലാസ്റ്റ് ചെയ്യാൻ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സർക്യൂട്ടുകൾ കംപ്ലൈൻറ്റ് വരാനും അതുവഴി നമ്മുടെ മൊബൈൽ ഫോൺ ഷോർട്ട് ആവാനും ബ്ലാസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞു, ഓവർ ഹീറ്റാണ് ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന്. ഓവർ ഹീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഓവർ ഹീറ്റ് ആവുകയും ബാറ്ററിയുടെ ഉള്ളിൽ ഒരുപാട് കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ തകിടം മറിക്കാനും ഇതിനെയൊക്കെ തകരാറാക്കാനും ഈ ഒരു ഓവർ ഹീറ്റ് സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് വരികയും ബാറ്ററിയുടെ ഉള്ളിലൊക്കെയുള്ള സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഷോർട്ട് ആവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതുവഴി ബാറ്ററി ബ്ലാസ്റ്റ് ആവാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പരിധി വിട്ട് ഓവർ ഹീറ്റ് ആവുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഒരു നല്ല മെക്കാനിക്കിനെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇങ്ങനെ ഓവർ ഹീറ്റ് ആവാനുള്ള മറ്റൊരു കാരണമാണ് ചാർജ് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. ചാർജ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിനെ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതിൽ കോൾ വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ മൊബൈൽ ഫോൺ 100% ചാർജ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചാർജിങ് കേബിൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഊരിയിട്ട് മാത്രം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ ബ്ലാസ്റ്റ് ആവാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലത് എന്ന്. കാരണം നമ്മളെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറച്ചൊക്കെ ഹീറ്റ് ആവുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത് നമ്മൾ മൊബൈൽ ഫോൺ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചാർജറിൽ വരുന്ന ചില ഓവർ വോൾട്ടേജോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മൊബൈൽ ഫോണിനെ ചിലപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യിക്കും. അതുമാത്രമല്ല, നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോണിൻ്റെ ചാർജറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ AC കറണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബോഡിയിലേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുവഴിയും നമുക്ക് അപകടം സംഭവിക്കാനും
ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് നമ്മുടെ മൊബൈൽ ഫോൺ ഡിസ്ചാർജ് ചെയ്തിട്ടിട്ട്, അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഊരിയിട്ടിട്ട് ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പല ആളുകൾക്കും പറ്റുന്ന ഒരു വലിയൊരു മണ്ടത്തരമാണ് അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ, അതായത് മൊബൈൽ ഫോണിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നെറ്റ് യൂസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ആ ഒരു അപ്ഡേറ്റ് നമ്മൾ ചെയ്യാതിരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. കാരണം അപ്ഡേറ്റുകളിലൂടെ മൊബൈൽ ഫോണിലുള്ള പ്രശ്നങ്ങളൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റുകളിലൂടെ ആ ഒരു കമ്പനി പരിഹരിച്ചു കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ആ പുതിയ അപ്ഡേറ്റുകൾ അവർ നൽകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നതിലൂടെ മൊബൈൽ ഫോൺ ഹാങ് ആവാനൊക്കെയുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. കാരണം മൊബൈൽ ഫോണിൻ്റെ ബഗ്ഗുകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുതിയ അപ്ഡേറ്റുകൾ നൽകുന്നത്. അതേപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുതിയ അപ്ഡേറ്റുകൾ കമ്പനികൾ നൽകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പുതിയ അപ്ഡേറ്റുകൾ വന്നാൽ അത് നെറ്റിൻ്റെ കാര്യം നോക്കാതെ നമ്മൾ ആ ഒരു പുതിയ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. പിന്നെ ഫോൺ ബ്ലാസ്റ്റ് ആവാനുള്ള മറ്റൊരു ചാൻസ് ആണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ വെള്ളത്തിലൊക്കെ വീഴുന്ന ഫോണുകൾ നമ്മൾ അതേപോലെ എടുത്തിട്ട് അത് നല്ല രീതിയിലൊക്കെ ഉണക്കിയിട്ട് നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടുകളിലൊക്കെ വെള്ളത്തുള്ളികൾ നിൽക്കുന്നുണ്ടാകും. അതിലൂടെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സർക്യൂട്ടുകൾ ഷോർട്ട് ആവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ട് അവിടെ ഒരു റെസ്റ്റ് വന്നിട്ട് ആ ഒരു ഭാഗം ചിലപ്പോൾ ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ വീണ ഒരു മൊബൈൽ ഫോൺ നമ്മളായിട്ട് എടുത്ത് ഉണക്കിയിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. അത് വെള്ളത്തിൽ വീണ ഒരു മൊബൈൽ ഫോൺ ഏറ്റവും നല്ലത് ഒരു ടെക്നീഷ്യനെ കാണിക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ ഇപ്പോൾ വരുന്ന മൊബൈൽ ഫോണുകളൊക്കെ ഏറ്റവും കൂടുതൽ ഹീറ്റാവുന്ന ഒരു സമയമാണ് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സമയം. ക്യാമറ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കൂടുതൽ പ്രോസസ്സുകൾ ഈ ഒരു ഫോൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫോൺ കൂടുതൽ ഹീറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. ഒരുവിധം എല്ലാ മൊബൈൽ ഫോണുകളും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റാവും. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പുറത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് മൊബൈൽ ഫോണിൻ്റെ ബോഡി ഹീറ്റാവും. അതുവഴിയും മൊബൈൽ ഫോൺ ഓവർ ഹീറ്റ് ആവാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ഫോണുകളൊക്കെ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാലും ചിലപ്പോൾ കട്ട് ഓഫ് ആവാറുണ്ട്. കട്ട് ഓഫ് ആവുക എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് കാണിച്ചിട്ട് അത് ഓഫായി പോകും. ഇത് സംഭവിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഹീറ്റ് ഓവർ ആകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ മൊബൈൽ ഫോൺ ഓഫായി പോവുകയുള്ളൂ. പക്ഷെ നമ്മൾ പുറത്ത് ഒരു വെയിലുള്ള സമയത്തൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, ക്യാമറ ഓണാക്കിക്കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ ബോഡിയൊക്കെ ഒരുപാട് ഹീറ്റാവും. ഈ ഹീറ്റിനെ മൊബൈൽ ഫോണിൻ്റെ സെൻസറുകൾ സെൻസ് ചെയ്യാതിരിക്കുകയും മൊബൈൽ ഫോൺ ഓഫ് ആവാതിരിക്കുകയും ചെയ്യും. ഈ ഒരു ഹീറ്റ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയിലേക്കായിരിക്കും നേരെ ചെല്ലുക. ഇതോടുകൂടി ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. അപ്പോൾ ഈ ഒരു ഹീറ്റ് ചെല്ലുന്നതോടുകൂടി ബാറ്ററി ചിലപ്പോൾ ബ്ലാസ്റ്റ് ആവാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെയിലുള്ള സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഓവർ ഹീറ്റ് ആവുന്നു എന്ന് കണ്ടാൽ നമ്മൾ ആ ഷൂട്ടിങ് നിർത്തിവെക്കുകയും ആ മൊബൈൽ ഫോണിനെ ഒന്ന് തണുത്ത ശേഷം മാത്രം വീണ്ടും ആ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മൊബൈൽ ഫോൺ ഓവർ ഹീറ്റ് ആവാനുള്ള മറ്റൊരു ചാൻസാണ് നമ്മൾ മൊബൈൽ ഫോണ് നമ്മുടെ പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് പല സ്ഥലത്തും ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിനെ നമ്മുടെ പാൻറ്റിൻ്റെ ഒക്കെ ബാക്ക് പോക്കറ്റിലിട്ട് കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും അത് വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രഷർ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബോഡിയിലേക്കായിരിക്കും വരിക. ഈ ഒരു പ്രഷർ കാരണം തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സർക്യൂട്ടുകൾ കംപ്ലൈൻ്റ് ആവാനും അതുപോലെ തന്നെ മെയിനായിട്ടും ഈ ഒരു പ്രഷർ കാരണം ഇതിൻ്റെ ബാറ്ററിയിലേക്കായിരിക്കും ഈ പ്രഷർ മുഴുവൻ എത്തുക. ഇങ്ങനെ ബാറ്ററിയുടെ ഉള്ളിലുള്ള സർക്യൂട്ടുകൾ തകരാറിലാവുകയും ബാറ്ററി ഷോർട്ടായിട്ട് ബാറ്ററി ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസും ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിനെ ബാക്ക് പോക്കറ്റിൽ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ ബെൻഡ് ആവാൻ ചാൻസ് ഉള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് അതേപോലെ ഉള്ള പാൻറ്റുകളൊക്കെ ഇടുന്ന ആളുകൾ ഒരിക്കലും പാൻറ്റിൻ്റെ പോക്കറ്റിൽ മൊബൈൽ ഫോണിനെ ഇടാനേ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ. കാരണം മൊബൈൽ ഫോൺ ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണം തന്നെ ആയിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയുമായി ഗുഡ് ബൈ.